ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ പരിപ്പും ചക്കക്കുരും മാങ്ങയും കറി കേട്ടോ. അത് ഇഷ്ടമില്ലാത്തവരാരല്ലേ. നമ്മൾ ആദ്യം തന്നെ പരിപ്പൊക്കെ കഴുകി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഒന്നര കയ്യിൽ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കയ്യിൽ വരെ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 10-12 ചക്കക്കുരു തൊലിയൊക്കെ ചെത്തി ഇതുപോലെ കഷ്ണങ്ങളാക്കിയതും ഇട്ട് കൊടുക്കാം. പരിപ്പ് പകുതി വേവാകുമ്പോൾ നമുക്കത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചക്കക്കുരും ചെമ്മീനും ഒക്കെ നല്ല ടേസ്റ്റാണല്ലേ. ചക്കക്കുരു ഉടക്ക ചെമ്മീനൊക്കെ നല്ല സ്വാദുള്ള കറിയല്ലേ ചോറിന്. പിന്നെ അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇനി നമ്മളതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ചക്കക്കുരും മാങ്ങയും മുരിങ്ങക്കായ ഇട്ട് വെക്കാം പരിപ്പിൻ്റെ കൂടെ. അത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ കറിയുടെ കൂടെ ഒരു മീൻ വറുത്തത്, മത്തി വറുത്തതോ അല്ലെങ്കിൽ ഉണക്കമീൻ വറുത്തതായാലും മതി, അല്ലെങ്കിൽ ഒരു പപ്പടം. നല്ല സ്വാദാണ് ചോറിന്. വേറെ ഒന്നും വേണ്ട, ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ചക്കക്കുരൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. നല്ല സ്വാദുള്ള ഒരു കറിയാണല്ലേ. എന്നിട്ട് ചക്കക്കുരൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചേർക്കേണ്ടത്? ഒന്ന് പുളിയൊക്കെ വേണ്ടേ. അപ്പോൾ അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു മാങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ മാങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പ് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ കുക്കറിലല്ല വേവിച്ചിട്ടെടുത്തിട്ടുള്ളത്, ചട്ടിയിൽ തന്നെയാണ് കേട്ടോ പരിപ്പ് വേവിച്ചെടുത്തിട്ടുള്ളത്. തക്കാളിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. തക്കാളി ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയും പച്ചമുളക് ഒരു 2 പച്ചമുളക് കീറിയിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് എന്താ, നമ്മൾ നാളികേരം ഒന്ന് അരച്ച് വെക്കണം കേട്ടോ. നാളികേരത്തിലേക്ക് ഒരു 1/4 ഭാഗം നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ ഉള്ളി, 1 അല്ലി വെളുത്തുള്ളി ചേർക്കണം കേട്ടോ. ജീരകം ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ആ നാളികേരമൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. ഇങ്ങനെ കുറേ നാളികേരം ഒന്നും അരച്ച് ചേർക്കരുതേ. അപ്പോൾ ഈ കറിയുടെ സ്വാദ് അങ്ങനെ പോവും. കുറച്ച് നാളികേരം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ചെറിയുള്ളിയും 1 വെളുത്തുള്ളിയും ചേർക്കാൻ മറക്കല്ലേ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി തിളച്ച് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദുള്ള രുചിയേറിയ ചക്കക്കുരും മാങ്ങയും പരിപ്പും കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കടുകിട്ട് വറവിട്ടെടുക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ